Всем намасте. Hello everyone. We are in the north of Kerala, in Kasaragod district, in a temple. So now I would like to ask some questions. The main singer actually and the main person who lead this ceremony. What is your name? P.T. Mohanan Panikar. We are very proud and very thankful to observe such kind of rituals. For me as a foreigner, it's unusual experience. So could you please give us some knowledge what is going on here? It's some spiritual ritual according Kama, the god of love. You dance, you pray, chanting some Sanskrit text. So please explain short explanation about what's going on. ഈ പൂരോത്സവം എന്ന് തന്നെ പറയാം. ഈ ഭാരതത്തിലുടനീളം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് വസന്തോത്സവം. ആ വസന്തോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ ഉത്തര കേരളത്തിൽ ആചരിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഈ പൂരോത്സവം. പൂരോത്സവം യഥാർത്ഥത്തിൽ വീടുകളിലും നടക്കുന്നു, ക്ഷേത്രങ്ങളിലും നടക്കുന്നു. വീടുകളിൽ ഇതേ സമയത്ത് ചെറിയ കുട്ടികളെ, അതായത് ഋതുമതികളാകാത്ത കുട്ടികള്, പെൺകുട്ടികള് അവിടെ പൂവിടും. അതായത് വലിയ മുതിർന്ന അമ്മമാര് പൂക്കൾ വാരിക്കൊടുത്ത് അവര് പൂവിടുകയും, ഇന്നത്തെ ദിവസം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ഇന്നത്തെ ദിവസം ആ പൂക്കളെ കൊണ്ട് കാമനെ ഉണ്ടാക്കുകയും ആ കാമനെ യാത്രയൊക്കെ ചെയ്യും. അപ്പൊ അത് കുട്ടികളുടെ ഭാവിയിൽ നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാവുന്നതിന് വേണ്ടി ആവശ്യമാണെന്ന് കരുതുന്നു. അതേ സമയത്ത് തന്നെ ക്ഷേത്രങ്ങളില്, അതായത് ഈ കാവുകളില്, ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഭാരതത്തിൽ തന്നെ മൊത്തത്തില് ക്ഷേത്രങ്ങൾ പല വിധത്തിൽ കാണാം. ഇത് എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ പറഞ്ഞ മഹാക്ഷേത്രങ്ങളുണ്ട്. മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അതിന് കൊടിമരം, അതുപോലെ തന്നെ പ്രാകാരങ്ങള്, മതില്, അങ്ങനെ ഒരുപാട് താന്ത്രിക അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. എന്നാൽ ഇതുപോലുള്ള കാവുകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ഒരു അടിസ്ഥാന നിലയിൽ വരുന്ന വിഭാഗങ്ങളാണ് യഥാർത്ഥത്തില്. മറ്റേതെല്ലാം ബ്രാഹ്മിൻസ് തുടങ്ങിയവരാണ് അവിടെ ഉണ്ടാവുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ യാദവാസ്, ഈഴവാസ് അങ്ങനെയുള്ള ആളുകളാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഈ വർണ്ണവ്യവസ്ഥയിൽ താഴെത്തട്ടിലുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അവര് നടത്തുന്നതാണിത്. അന്നത്തെ കാലത്ത് ഈ വിജ്ഞാനം എന്ന് പറയുന്നത്, സംസ്കൃത സാഹിത്യങ്ങളൊക്കെ ഈ താഴെത്തട്ടിലെ ആളുകൾക്ക് അന്യമായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ താഴെത്തട്ടിലുള്ള ആളുകള് കൂടുതൽ സംസ്കൃതമൊക്കെ പഠിച്ച് അവരവരുടെ കാവുകളിൽ വെച്ചിട്ട് ഇത് ചർച്ച ചെയ്യാനും അത് സംസാരിക്കാനും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാനും തയ്യാറായി. അങ്ങനെ അവരുടെ ഒരു വിജ്ഞാന മണ്ഡലം ഉയർത്തി. അങ്ങനെ അത് ഉത്തര കേരളത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു രൂപമായി ഈ പൂരക്കളിയിലെ ഒരു ഭാഗം, മറുത്തുകളി എന്ന ഭാഗം ഇന്ന് നിലനിൽക്കുകയാണ്. അത് രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിൽ ആണ് മറുത്തുകളി നടക്കുന്നത്. രണ്ട് സാധാരണ ക്ലബ്ബുകൾ തമ്മിൽ മാച്ച് നടക്കുന്നത് പോലെ മറ്റൊരു ക്ഷേത്രങ്ങൾ ഇവിടെ കളിക്കാൻ വരുന്നു, ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കളിക്കാൻ വേണ്ടി പോകുന്നു. അവർ തമ്മിൽ മത്സരിച്ച് കളിക്കുന്നു. അവിടെയുള്ള ആ രണ്ട് ടീമുകളുടെയും ലീഡർമാരെ പണിക്കരിമാര് എന്ന് പറയുന്നു. അവര് സാൻസ്ക്രിറ്റ് കുറച്ച് നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ മലയാളമായാലും മറ്റേ വൃത്തം, സാഹിത്യം, അലങ്കാരം, ന്യായം, വൈശേഷികം, വേദാന്തം, ജ്യോതിഷം തുടങ്ങിയ പല കാര്യങ്ങളും പഠിച്ചിരിക്കണം. അതിനകത്ത് പല പല ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിലേക്കെല്ലാം നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോ ഇങ്ങനെ അവർ രണ്ടാളും തമ്മിലുള്ള തർക്കത്തിനിടയിൽ സമൂഹം വിലയിരുത്തും ആരാണ് അതിൽ കൂടുതൽ മികച്ചു നിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ അതിന് നല്ല ആസ്വാദകർ പല വഴിയിൽ നിന്നും ആളുകൾ വരും, അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ. ഇങ്ങനെ ഇത് സത്യത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ കാർത്തിക, മലയാള മാസമാണ്. നമ്മളിപ്പോ സാധാരണ മറ്റ് ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്നത് പോലെ ഇവിടെ മേടം മുതൽ മീനം എന്ന് പറയും. ഈ മീനമാസത്തിലെ കാർത്തിക നാള് മുതൽ പൂരം നാള് വരെയാണ് ഇത് ആചരണങ്ങൾ നടക്കുന്നത്, ഈ ആചാരം നടക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായി ഇത്തരം ആളുകളെ വേറെ സ്ഥലത്ത് നിന്ന് കൂട്ടി വരും. എൻ്റെ നേറ്റീവ് പ്ലേസ് ഇപ്പം ഇതല്ല, എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് മറ്റൊരു ദേശത്താണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഏൽപ്പിക്കും. അപ്പൊ നമ്മൾ ഇവിടത്തേക്ക് കൂട്ടി വരും. ഇനി അടുത്ത വർഷം ഞാൻ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പുള്ള പല ചടങ്ങുകളുണ്ട്. ഇനി ഇതിന്റെ അനുഷ്ഠാനപരമായ ചടങ്ങുകൾ നടക്കുന്നത് ഈ കാർത്തിക മുതൽ പൂരം നാൾ വരെയാണ്, 9 ദിവസങ്ങളിലാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അനുബന്ധമായി പല ചടങ്ങുകളും നടക്കാനുണ്ട്. അപ്പോൾ ഈ മറ്റ് ദക്ഷിണകളൊക്കെ കൊടുത്ത് ഇവർ തമ്മിലുള്ള സ്നേഹ സാഹോദര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ പോകും. അതാണ് ഇതിന്റെ ഒരു ഉത്സാഹം. മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഭക്തിയാണ് പ്രധാനമായിട്ട്. ഇവിടെ ഭക്തിയുണ്ട്, അതുപോലെ തന്നെ കളികളുണ്ട്,
അതുപോലെ വളരെ ഉത്സാഹമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ പൂരോത്സവത്തിൽ എല്ലാവരും അനുഭവിക്കുന്നത്. Very interesting explanation. Please, I have one more question. In this ceremony, take part only men. Is it possible for women take part? ഓക്കെ, വെരി നൈസ് ക്വസ്റ്റ്യൻ. ആദ്യകാലത്ത് ഇത് വിമൻ ആയിരുന്നു കളിച്ചിരുന്നത്. പണ്ട് കാലത്ത് അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ സ്വർഗത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലുമായി 18 കന്യകമാര്, 18 കന്യകമാരാണ് യഥാർത്ഥത്തിൽ വിമൻ അന്ന് കളിച്ചിരുന്നത്. പിന്നീട് പുരുഷന്മാർ ഇത് ഏറ്റെടുക്കുകയും പുരുഷന്മാര് ഇതിൽ വളരെ കൂടുതൽ ഉദ്ധതങ്ങളായ ചുവടുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ പൂരക്കളി ഒന്ന് പരിഷ്കരിക്കുക ചെയ്തത്. ഇപ്പോൾ ക്ഷേത്രത്തിലല്ലാതെ പുറമെ കുട്ടികളും അതുപോലെ മുതിർന്നവരൊക്കെ ഇപ്പോൾ പൂരക്കളി കളിക്കുന്നുണ്ട്. We are foreigners can take part in this ceremony. തീർച്ചയായും ക്ഷേത്രത്തിനകത്ത് പറ്റില്ല, പക്ഷെ പുറത്ത് പറ്റും. Okay. This festival, how many days take part, and each year is the same day? Every day, എല്ലാ വർഷവും 9 ദിവസങ്ങൾ, 9 days ഈ സെറിമണി. അതിന്റെ മറ്റുള്ള അനക്സ്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്നുള്ള നിലയിൽ ഒരുപാട് അനുബന്ധ ചടങ്ങുകൾ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 1 month വരും മൊത്തത്തില്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെല്ലാം നടക്കുന്നത് ഈ 9 ദിവസങ്ങളിലായിരിക്കും. ഇന്ന് അതിന്റെ അവസാനത്തെ ദിവസമാണ്, ഫൈനൽ ഡേ. What do you feel leading this ceremony? What is your personal feeling? What you can tell? What is love? What is karma? ഫീലിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു സൗഹൃദം, മറ്റ് എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പോ നമുക്ക് കുറെ ആളുകൾ നമ്മുടെ ഒന്നിച്ചുണ്ടാവും. അപ്പൊ നമുക്കതിൽ ഭക്തി, നമ്മുടെ ഈശ്വര ആരാധന, പിന്നെ നമുക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള, നമ്മൾ എന്താ പറയേണ്ടത്, നമുക്ക് സന്തോഷിക്കാനും കളിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെയുള്ള നല്ലൊരു എനർജി ലെവൽ ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നമ്മൾ ഫീൽ ചെയ്യുന്നത്. What advice you give to modern life, to teenagers, to modern people, how to increase the level of love? ശരിയാണ്. തീർച്ചയായിട്ടും ഈ സ്നേഹം എന്ന് പറയുന്നത് തന്നെയാണ് ഈ ലോകത്തിന് നിലനിർത്തുന്നത്. ഇൻ കേരള പോയറ്റ് കുമാരനാശാൻ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാല്, സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ജീവിതം, ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം എന്നാണ്. സ്നേഹമില്ലെങ്കിൽ അത് മരണമാണ്. അപ്പോൾ സ്നേഹം നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ കാമ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു ഏറ്റവും പ്യുവറായിട്ടുള്ള ലെവലാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്നേഹം നിലനിർത്തുക, പരസ്പര വിശ്വാസം നിലനിർത്തുക, പരസ്പര ആദരവ് നിലനിർത്തുക, ബഹുമാനം ഉണ്ടാക്കുക, റെസ്പെക്ട് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു റിസൾട്ടായിട്ട് വരിക. ഇത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും മുതിർന്നവരെ ഉള്ളവരെ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. അപ്പോ അച്ഛൻ പങ്കെടുക്കുന്നു, അച്ചാച്ചൻ പങ്കെടുക്കുന്നു, മകൻ പങ്കെടുക്കുന്നു, മക്കൾ പങ്കെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു മോറലായിട്ട് കൂടുതൽ അതിന് ഒരു അടിത്തറ പാകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും മറ്റെന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികൾ ഇപ്പോൾ മറ്റേതെങ്കിലും സ്പോർട്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ കളിക്കാൻ പോകുന്നു, അവരവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ല. ഇവിടെ ആകുമ്പോൾ രക്ഷിതാക്കൾക്ക് ഇതിനകത്ത് ഇടപെടാനും രക്ഷിതാക്കൾക്ക് അവരെ നല്ല രീതിയിലേക്ക് നയിക്കാനും ലീഡ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ പൂരക്കളിയുടെ മറ്റൊരു സവിശേഷത. And the last question, sometimes on the way of love we face such kind of feelings like angriness, jealousy. Is it a part of love? ഇതിനകത്ത് ജലസി ഒന്നും ഉണ്ടാവാനും വഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ പ്രത്യേകിച്ച് എല്ലാത്തിലും ഒരു ദേവതാ ചൈതന്യം ഉൾപ്പെടുത്തിയിട്ടാണ്. നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കള് പരസ്പരമാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹോദരന്മാരാണ്. അപ്പൊ സഹോദരന്മാര് തമ്മിൽ ഒരു ജലസിയുടെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും അവരവരുടേതായ ഒരു നേച്ചർ കൊണ്ട് ജലസിയൊക്കെ വരാൻ ഇടയുണ്ട്. പക്ഷെ എങ്കിലും അത് പിന്നീട് വീണ്ടും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു പരിസമാപ്തി ഉണ്ടാവുകയും ചെയ്യും. Okay, thank you so much. Thank you. Okay.
Rama, Rama,